രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം തകർന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 10 വർഷത്തിനിടെ 152 തവണ ചോദ്യപേപ്പറുകൾ ചോർന്നു. 7 കോടിയോളം വിദ്യാർത്ഥികളെ ബാധിച്ചു. എന്നാൽ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ഒരു സംഘം രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്തു. എന്തിനാണ് സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ആക്രമിച്ചത്? എന്താണ് അവർ ചെയ്തത്? ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെക്കണം. പ്രധാൻ അഴിമതിക്കാരനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്തായ വിദ്യാഭ്യാസ സംവിധാനത്തെ പ്രധാൻ തകർത്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥികളെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം. സംഭവിച്ചതിന് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. CJP മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളടക്കം കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. 152 leaks have taken place and 0 convictions. 0. So group of people are destroying our education system, India's most valuable asset, destroying the lives of our students. And what does the government do? 0 convictions. The first demand, completely legitimate demand, is that Mr. Dharmendra Pradhan, who has failed as an education minister, who is known to be corrupt, should be relieved of his duties. This gentleman, Mr. Dharmendra Pradhan, has literally destroyed India's biggest asset. What used to be called our success, what used to be called the best thing India has, our education system, has been wiped out. ചർച്ചയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം നിരസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ആരുടെയും ഓഫീസിലേക്കും വീട്ടിലേക്കും ചർച്ചയ്ക്കില്ലെന്ന് CJP നേതാക്കൾ വ്യക്തമാക്കി. ജന്തർ മന്ദറിലേക്ക് വന്നാൽ ചർച്ചയാകാമെന്നതാണ് CJP നിലപാട്. അതേസമയം ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിന് എതിരായ പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. വിസ്മയ പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും ആരുടെയും വീട്ടിലെത്തിയോ അല്ലെങ്കിൽ ഓഫീസിലെത്തിയോ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന ഉറച്ച നിലപാടാണ് CJP സ്വീകരിക്കുന്നത്. ഈ ജന്തർ മന്ദറിലേക്ക് എത്തിയാൽ, ഈ ഒരു സമര സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചർച്ചയാകാം എന്നതാണ് CJPയുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ എന്തായാലും പോലീസിനും കേന്ദ്ര സർക്കാരിനും ഡൽഹി ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, എന്തായാലും നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതായത് ചർച്ചയ്ക്ക് ഇനി അവരില്ല, CJP പ്രവർത്തകരില്ല. ജന്തർ മന്ദറിന് സമീപമാണ് ചർച്ചയെങ്കിൽ അവർ നിൽക്കാമെന്നുള്ളൊരു കാര്യമാണ് ഈ CJP പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. ആരുടെയും ഓഫീസിൽ ചർച്ചയ്ക്ക് പോകില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇതുപോലെ JP നദ്ദയുമായുള്ള ചർച്ചയ്ക്ക് ഇവരെ വിളിക്കുകയും ചർച്ചയ്ക്ക് പോയപ്പോൾ തന്നെ, അതായത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഈ ഒരു സമരം തുടങ്ങിയത് തന്നെ. എന്നാൽ ആ ഒരു രാജി ഉണ്ടാകില്ല എന്ന കാര്യമായിരുന്നു ആ ഒരു ഓഫീസിൽ നിന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ CJP പ്രവർത്തകർ ഒരു പ്രതികരണവുമായി പുറത്തു വന്നത്. അതായത് ആരുടെയും ഓഫീസിലേക്ക് ഇനി ഒരു ചർച്ചയ്ക്കായി പോകില്ല, പകരം ജന്തർ മന്ദറിലേക്കോ അത്തരം സ്ഥലങ്ങളിലേക്ക്, CJP പറയുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചർച്ചയാകാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ CJP പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രതിഷേധത്തിനിടയിൽ പോലീസ് നടപടി ഉണ്ടായി. നമ്മൾ കണ്ടതുപോലെ തന്നെ വിദ്യാർത്ഥികളെ വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. അതായത് ഡൽഹി പോലീസിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമാണ് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത്. എന്തായാലും ഈ ഒരു കാര്യം, ഇതിലെ മറുപടി, ഈ ഒരു പോലീസ് നടപടിയിലെ ഒരു മറുപടി പ്രതീക്ഷിച്ചാണ് ഈ ഒരു ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. മാത്രമല്ല ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഈ ഒരു ഹർജി വീണ്ടും പരിഗണിക്കും. എന്തായാലും ഈ ഒരു മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു മറുപടി, അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും, ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും എന്താണ് മറുപടി ലഭിക്കുക എന്നറിയാനുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ ഹൈക്കോടതി അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ജന്തർ മന്ദറിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ് ഈ ഒരു പ്രവർത്തകർ. അതിൽ തന്നെ പല ആളുകളും ഇവർക്ക്
ഇവർക്ക് അനുകൂലമായി തന്നെ അവിടെ ജന്തർ മന്ദറിലെത്തുകയും പ്രതിഷേധത്തിൽ ഒത്തുചേരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സോനം വാങ്ചുക് മേദാന്ത ആശുപത്രിയിൽ നിരാഹാര സമരം തുടരുകയാണ്. എന്തായാലും ഈ അഭിജിത് ദീപ്കെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കണക്കിലെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു നിരാഹാരം സമരം തുടങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. 21 ദിവസം നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തിരുന്നു. ആ ഒരു സമയമാണ് ഈ പോലീസ് നടപടി, ഡൽഹി പോലീസിൻ്റെ പെട്ടെന്നുള്ള നടപടിയിൽ ആ ഒരു സമരവേദിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളൊരു നടപടി വരുന്നത്. എന്തായാലും അഭിജിത് ദീപ്കെ ഇപ്പോൾ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു നിരാഹാര സമരം തുടങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുള്ള അല്ലെങ്കിൽ പോലീസ് നടപടിയിൽ മറുപടി ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ നിലവിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനും അതുപോലെ കേന്ദ്ര സർക്കാരിനും അയച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഹർജി വീണ്ടും പരിഗണിക്കുക സെപ്റ്റംബർ 11-നാണ്. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.